അതെ, ഞാൻ ഫിലിം ചേംബറിലും കീ പോസ്റ്റിലേക്ക് തന്നെ മത്സരിക്കുകയാണ്. അവിടെ ട്രഷറർ പോസ്റ്റിലേക്കും വൈസ് പ്രസിഡന്റിലേക്കും 4 നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും സ്ക്രൂട്ടിനി കഴിഞ്ഞതിന് ശേഷം ഏതാണെന്നുള്ളത് തീരുമാനിച്ച് നിൽക്കും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ പോരാട്ടം അവസാനിക്കുന്നില്ല. അവിടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള പോലെ ഒരാൾക്ക് 5-6 വോട്ട് എന്നുള്ളൊരു പ്രശ്നം അവിടെയും ഉണ്ടത്. പക്ഷെ എന്നാൽ പോലും അവിടെ കുറച്ചുകൂടെ ഈ ഇപ്പം 300 അംഗങ്ങളല്ല അവിടെ ഉള്ളത്. ശരിക്കും ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ 1000 പേരിൽ കൂടുതൽ വരേണ്ട ഒരു അസോസിയേഷനാണ്. അതിന്ന് 300 പേര് ചുരുങ്ങി നിൽക്കുന്നത് ഈ പാനൽ പിടിച്ചടക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ്. പക്ഷെ ചേംബറിൽ കുറച്ചും കൂടെ ആളുകളൊക്കെ ഉള്ളതുകൊണ്ടും 600 പേരോളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 400 പേര് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇതിൽ നിന്നുണ്ട്. അപ്പം അവിടെ എനിക്ക് കുറച്ചുകൂടെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇതുവരെ പ്രചാരണങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പം ട്രഷറർ പോസ്റ്റിലേക്ക് കൊടുക്കുകയാണ്. അപ്പം എന്തായാലും ജയം പരാജയം എന്നതിനപ്പുറത്ത് ഒരു എതിർവശമുണ്ട്. അല്ലെങ്കിൽ ചോദ്യം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ അപ്പുറത്തുണ്ട് എന്ന് എന്താ പറയുക, വർഷങ്ങളായി ഇത് കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. എല്ലാവരും വിളിച്ചിരുന്നു. ഇപ്പം എതിർവശത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ഇന്നലെ രാത്രി ആൻഡോ ജോസഫ് അടക്കം എല്ലാവരും വിളിച്ച് സംസാരിച്ചിരുന്നു. കാര്യം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം ഒരുപാട് ഞാൻ വൈറലായി കണ്ടൊരു കാര്യമാണ് ഞാനും ലിസ്റ്റിനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം പൊതുജനം കഴുത എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ലിസ്റ്റിനും ഞാനും തമ്മിൽ ഒരു ഹെൽത്തി ആർഗ്യുമെൻ്റാണ് അവിടെ നടന്നത്. അതേപോലെ തന്നെ ഞാൻ 110 വോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ആൻഡോ ജോസഫ് അടക്കം എല്ലാവരും വന്ന് കൈതരുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും വ്യക്തികൾക്ക് എതിരെയല്ല. സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ അവിടെ പരിഹരിച്ചു പോകേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറം സോഷ്യൽ മീഡിയയിൽ പറയുന്നതാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിവെക്കുന്നതാണ് അവരൊക്കെ പറയുന്നൊരു കാര്യം. അത് സംഘടനയ്ക്കകത്ത് പറഞ്ഞ് എനിക്ക് നീതി ലഭിക്കാതെ വന്നപ്പോൾ മാത്രമാണ് എനിക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നത്. അത് പ്രത്യേകിച്ച് അവരെന്നെ അസോസിയേഷനിൽ നിന്ന് പുറത്താക്കി പിന്നെ ഞാൻ കോടതി വഴി പോയി തിരിച്ച് കയറിയതിന് ശേഷം മാത്രമാണ് എനിക്ക് ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയേണ്ടത്. എനിക്കൊരു മൈക്ക് കിട്ടുന്നത് കൊണ്ടാണ്. ഇത് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി കൂടെയാണ് ഈ സംസാരിക്കുന്നത്, എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്. കാര്യം നമുക്കിത് അവിടെ നീതി കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഇത് എന്താ ചെയ്യേണ്ടത്? ഒരു പല പ്രാവശ്യം പറഞ്ഞു, പല പ്രാവശ്യം കത്തുകൾ കൊടുത്തു. എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരും വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ആൾക്കാരാണ്. ഇന്നലെ അവിടെ ജനറൽ ബോഡിയിൽ തന്നെ ഒരു വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വേണമെന്നുള്ളതായിരുന്നു അവിടെ മെമ്പേഴ്സിൻ്റെ ഒരു ആവശ്യം. അപ്പം പലപ്പോഴും നമ്മളോട് പെരുമാറുന്നു. ഇന്നലെ അവിടെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് അവരുടെ ഒരു സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീ സിയാദ് കോക്കർ പറഞ്ഞത് ഇരിയടാ അവിടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഡയസിൻ്റെ ഒരു ഡെക്കോറം പോലും എന്താ പറയുക മാനിക്കാതെയുള്ള പെരുമാറ്റങ്ങളാണ്. അപ്പോൾ ഒരു അടച്ചിട്ട മുറികളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാലോ.